വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും നമുക്കൊരു വ്ളോഗ് നോക്കാം. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ജിമ്മിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചധികം ദിവസമായിട്ട് എനിക്ക് കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സ് ആണ്. വെയിറ്റ് കുറഞ്ഞല്ലോ, വണ്ണം കുറഞ്ഞല്ലോ, തടി കുറഞ്ഞല്ലോ, ഡബിൾ ചിൻ പോയി തുടങ്ങിയല്ലോ എന്നൊക്കെ. അതിന് ഏറ്റവും വലുതായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത 2 കണ്ടൻസാണ് എൻ്റെ ജിമ്മും എൻ്റെ ഡയറ്റും. അപ്പോൾ ഈ ഒരു ജിമ്മിൽ നിന്നാണ് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ മെയിൻ ജേണി എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഡയറ്റും നമ്മുടെ ഡെഡിക്കേഷനും. ഈ ഒരു വെയിറ്റ് ലോസിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒന്ന് ജിമ്മിൻ്റെ ട്രെയിനർ, പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റുമാണ്. അപ്പോൾ ഈ ജിമ്മിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ എൻഗേജ്മെൻറ്റാണ്. അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി ബിഗിനിങ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ എൻ്റെ ഫിയാൻസി ലീനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ഇഷ്ടം പോലെ, ഞാൻ ആരുടെയും പേര് പറയാനുള്ള ഇഷ്ടം പോലെ ആൾക്കാർ, പരിചയമുള്ളവരില്ലാത്തവരും എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞു. മോളെ എന്ത് പണ്ണോണ് നിനക്ക്, അതൊന്ന് കുറച്ചുകൂടി. നമ്മൾ അത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഒത്തിരി പേര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കൂടെ നിൽക്കുന്ന ആൾ മെലിഞ്ഞത് കൊണ്ട് എനിക്ക് എക്സ്ട്രാ ഇത് തോന്നുകയും ചെയ്യും. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും സ്റ്റോറിയെ പറയണുള്ളൂ, ബാക്കി ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ജിമ്മ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. പിന്നെ വർക്കൊക്കെ തീർത്തു നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ്. ബസ് വെയിറ്റ് ചെയ്ത് നിന്നു. ദെൻ ഓഫീസിലെത്തി. അപ്പോൾ ഇന്ന് ഓഫീസിൽ എന്താ പറയുക, സാറിന് വരില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നേരെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ആക്സസ് കാർഡൊന്നും വർക്കായില്ല. പിന്നെ എൻ്റെ കൊളീഗിനെ വിളിച്ചു, ആൾ വന്നു, ഞങ്ങൾ എൻട്രി ചെയ്തു. ഇത് ആളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഒരു അടിപൊളി ബേക്കറി അവരുടെ അടുത്ത്, എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഐറ്റം പേര് ഞാൻ മറന്നുപോയി. പിന്നെ വർക്കിലേക്ക് അങ്ങോട്ട് കിടന്നു. വർക്കായിരുന്നു. എൻ്റെ മോർണിംഗ് ടാസ്കും അങ്ങനെ എല്ലാം ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടാകുമ്പോഴത്തേക്കും അപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ താഴെ വാഷ്റൂമിലേക്ക് പോയി. ഞാനും അവളും ഉണ്ടായി. എന്നിട്ട് പിന്നെ ആൾക്ക് എന്താ പറയുക, വെള്ളം എടുക്കണമായിരുന്നു. വെള്ളമൊക്കെ എടുത്ത്, ഹോട്ട് വാട്ടർ വേണം ആൾക്ക്. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ ബാക്ക് ടു വർക്ക്. അപ്പോഴേക്കും ഒരു ഉച്ചയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് മേറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ട്രിപ്പ് പോയൊക്കെ ഇറങ്ങുന്നു, അവർ ട്രിപ്പ് പോയി വന്നു കേട്ടോ. അപ്പോൾ ആളെ മീറ്റ് ചെയ്തു. ആളപ്പോൾ ട്രിപ്പിൻ്റെ കഥ, രണ്ടാമത്തെ ആൾ വന്ന് 2 പേരെ മീറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അവർ പോയ പ്ലേസിനെ പറ്റി. ഭയങ്കര അടിപൊളി പ്ലേസായിരുന്നു കേട്ടോ. അവിടെ എല്ലാ വിഷ്വൽസും നമ്മളെ കാണിച്ചു തന്നു. ഈ ഒരു പ്ലേസ് കത്തിയവരൊക്കെ ഒന്ന് പറയാട്ടോ. നല്ല രസമായിരുന്നു കഥ കേൾക്കാനും. അതുപോലെ തന്നെ വിഷ്വലും നമുക്ക് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തരുമായിരുന്നു. ദെൻ എന്താ, നമ്മുടെ ക്രിസ്മസ് മിനി ട്രീ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ഉച്ചയ്ക്കായി. ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇന്ന് നല്ല ലേറ്റായിട്ടോ. ഇന്നൊരു 2:30 മണിയൊക്കെ ആയി. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ താഴെ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത കൊളീഗ് ഞങ്ങളെ തപ്പി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആളും വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഓഫീസിൽ കയറിയിട്ട് വരെ എൻ്റെ വ്ളോഗ് ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ ഇന്നലത്തെ. എന്നിട്ട് പിന്നെ ബാക്ക് ടു വർക്കായിരുന്നു. കുറച്ച് അധികം വർക്ക് ചെയ്യാനുണ്ടായതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കരുതി എന്തായാലും ചായ കുടിക്കാൻ ഇറങ്ങാം, മഴക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങി. ഇപ്പോൾ ഓഫീസിൻ്റെ ബാക്കിലേക്കായിട്ടാണ് കേട്ടോ പോവാറ്. ഓഫീസിലുണ്ട്, പക്ഷെ അതിലും ബെറ്റർ പുറത്താണെന്ന് തോന്നിയാണ് അങ്ങോട്ടാണ് ഇടയ്ക്ക് പോവാറ്. എന്നിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, മീൻസ് കയറ്റത്തിൽ നിന്ന് ഇങ്ങനെ നടക്കാനുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നു. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ചായ, ഞാൻ കോഫിയുടെ ആളാണ്. അപ്പോൾ 2 കോഫി 2 ടീ ആയിരുന്നു കിട്ടി. എന്താ പറയുക, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ കോഫി കുടിച്ചിട്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറയായിരുന്നു. ഞങ്ങളുടെ എന്താ പറയുക, അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറേ കഥകളും സംഭവങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കെ. ഇന്ന് എൻ്റെ കൊളീഗിൻ്റെ വകയായിരുന്നു കേട്ടോ കോഫിയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആ ഒരു ലേക്കിൽ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കി എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ. അപ്പം അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് അങ്ങനെ കുറച്ച് ടൈം പോയി.
പിന്നെ എന്താ അവിടെ നിന്ന് നേരെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓഫീസിലേക്ക് പോന്നു. കാരണം അപ്പോഴേക്കും മഴ ചാറുണ്ടായി. വഴിയിൽ കുറേ പട്ടികളെ, എനിക്ക് പട്ടീനെ പേടി, പക്ഷെ അവൾക്കൊരു പേടിയില്ല. അങ്ങനെ നേരെ എന്താ പറയുക ഓഫീസിലേക്ക് എൻ്ററായി. പുറത്ത് ജസ്റ്റ് നോക്കിയിരുന്നു കാലാവസ്ഥയൊക്കെ എന്താണ് അവസ്ഥ, വൈകിട്ട് പോകാനുള്ളതാണല്ലോ. ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ദെൻ ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് കയറി വർക്ക് ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. ക്രിസ്മസ് ആയത് കാരണമുള്ളൊരവസ്ഥയാണ് ഈ കാണുന്നത്. നിറച്ച് ലൈറ്റും ഡെക്കറേഷൻസാണ് എല്ലാ ഫ്ലോറിലും. ഞങ്ങളുടെ നല്ല രസമല്ലേ, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു വ്യൂ. അങ്ങനെ കുറേ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലൈറ്റ്സ് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ലൈറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷനിലേക്ക്. അപ്പോൾ വൈകിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതായിരുന്നു ഇന്ന് പ്രോഗ്രാം, മീൻസ് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. മഴയുണ്ടായി, പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ഉണ്ടായി. പിന്നെ ഞങ്ങൾ കരുതി ഒരുമിച്ച് ഇറങ്ങുന്നതായാലും എന്ന് കരുതി. അങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ട ടൈമായി. ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിന്നു. നല്ല ഇരുട്ടി കേട്ടോ, നല്ല ലേറ്റായി ശരിക്കും. അങ്ങനെ ഒരുമിച്ചാണ് താഴേക്ക് ഇറങ്ങിയത്. പിന്നെ ഞാൻ ബസ് ഇല്ല ടൈമിൽ, അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഊബർ ഓട്ടോക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി ഊബർ ഓട്ടോ വിളിച്ചു. നല്ലൊരു സ്കൈ ആയിരുന്നു കേട്ടോ ഇന്ന്, നല്ല വിഷ്വൽസ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി, അവിടെ നിന്ന് നേരെ വീട്ടിലേക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.